ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതൊരു ഐഫോൺ 11 ആണ്. ആപ്പിൾ ഒഫീഷ്യലി പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യവും ഐഫോൺ 11 അപ്ഡേറ്റ് കിട്ടുന്നതാണ്. iOS 27 അപ്ഡേറ്റ് ഈ ഐഫോൺ 11 കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു iOS 27 ഡെവലപ്പർ ബീറ്റ എങ്ങനെയാണ് ഫോണിൽ സെറ്റിങ്സിൽ അപ്പിയർ ആവുന്നതെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാത്തവരത് കാണുക. ഫസ്റ്റ് തന്നെ നമുക്ക് ഫോണ് ബൂട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ ഒരു ബൂട്ടിംഗ് സ്പീഡ് എങ്ങനെയുണ്ട്, സ്ലോ ആണോ എന്നുള്ള കാര്യത്തിനെ പറ്റി നോക്കാം. ഈ വീഡിയോ ആക്ച്വലി ഈ ഒരു ഫോണിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, അതേപോലെ ബഗ്സ് ഉണ്ടോ, ആപ്പ് ക്രാഷസ്, അങ്ങനെയുള്ളതിനെ പറ്റി ചെറിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഡു സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവിടെ ഫോൺ ബൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ഫേസ് ഐ ഡി വർക്കിങ് നോക്കാം. കുഴപ്പമില്ല, നേരത്തെ എങ്ങനെയായിരുന്നു ഫേസ് ഐ ഡി വർക്ക് ചെയ്തിരുന്നത് ആ ഒരു സ്പീഡിൽ തന്നെ, നോർമലായിട്ടുള്ള ഒരു സ്പീഡിൽ തന്നെ ഫേസ് ഐ ഡി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നില്ല. ഹോം സ്ക്രീനിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസിൻ്റെ ഐക്കൺസിൽ ചെറിയൊരു മാറ്റം കാണാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ഐക്കൺസാണ് നമുക്ക് കാണുന്നത്. ആൻഡ് ചെറിയ ഒരു ഐക്കൺസിൽ ചെറിയ എന്തൊക്കെയോ വിയർഡായിട്ട് തോന്നിയിട്ടുണ്ട്. മേ ബി ഇതൊരു ഡെവലപ്പർ ബീറ്റ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്. ആൻഡ് ഇവിടെ ഒരു നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള ലാഗ് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുകയാണ്. ആക്ച്വലി അങ്ങനെ ഒരു ലാഗ് എന്ന് പറയാനായിട്ടുള്ള സംഭവമില്ല. ആപ്പിൾ ഒഫീഷ്യലി പറഞ്ഞായിരുന്നു ഓൾട്ടർ മോഡൽസിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഈ ഒരു iOS 27 വർക്ക് ചെയ്യും. iOS 26 അത്യാവശ്യം നല്ല ലാഗിയാണ് ആൻഡ് സ്ലോ ആണ്. ബട്ട് ഈ ഒരു iOS 27 വരുമ്പം ഇതൊരു ഡെവലപ്പർ ബീറ്റ കൂടിയാണ്. ഇതിൽ ആ ഒരു സ്ലോനെസ് ഫീൽ ചെയ്യാനായിട്ടില്ല. iOS 27 അപ്ഡേറ്റിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പുതിയൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും, അപ്പിയറൻസ്. അവിടെ നിങ്ങൾക്ക് ലിക്വിഡ് ഗ്ലാസ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി കുറയ്ക്കാനായിട്ടും അത് അല്പം കൂട്ടി വെക്കാനായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഈ ഒരു അപ്ഡേറ്റിലൂടെ സാധിക്കും. ആപ്പ് ഐക്കൺസിൻ്റെ കസ്റ്റമൈസേഷനിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ iOS 26 ഉണ്ടായിരുന്ന ആ ഒരു സെയിം കസ്റ്റമൈസേഷൻ മെത്തേഡാണ് ഈ ഒരു അപ്ഡേറ്റിലും ഉള്ളത്. iOS 26 എടുത്തു നിന്നൊരു പ്രശ്നമാണ് കൺട്രോൾ സെൻറ്ററിൽ ലാഗ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ജമ്പ് ഫീൽ ചെയ്യുന്നു. നിങ്ങളിപ്പോൾ അവിടെ കൺട്രോൾ സെൻറ്ററിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ബഗ്സും അല്ലെങ്കിൽ ലാഗ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ iOS 27 വരുമ്പോഴത്തേനും ആ ഒരു പ്രശ്നം ടോട്ടലി അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു എഡിറ്റ് ചെയ്യുമ്പോഴുള്ളൊരു ബഗ്ഗോ അല്ലെങ്കിൽ അവിടെ ഒരു ലാഗോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു കൺട്രോൾ സെൻറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ലാഗ് ഫീൽ ചെയ്യാനായിട്ടില്ല. നമുക്കിവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് നോക്കാം. കൺട്രോൾസ് ആഡ് ചെയ്യുന്ന സെക്ഷനിൽ കഴിഞ്ഞ അപ്ഡേറ്റിൽ, അതായത് iOS 26 നല്ല ലാഗ് ഉണ്ടായിരുന്നു. അതായത് ഒരു ജമ്പ് ഫീൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ആ ഒരു iOS 27 വന്നപ്പോഴത്തേനും ആ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, നിങ്ങളൊരു കൺട്രോൾ ആഡ് ചെയ്തു, അത് നിങ്ങൾക്ക് അവിടെ മൂവ് ചെയ്തുകൊണ്ട് പോകാം, എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാം, എങ്ങോട്ട് വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അങ്ങനെ ഒരു പ്രശ്നമില്ല, ഒരു ലാഗ് അല്ലെങ്കിൽ ഒരു ജമ്പ് ഫീലില്ല. നിങ്ങൾക്കിപ്പോൾ അവിടെ അത് റീസൈസ് ചെയ്താലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ, ഒരു ബഗ്ഗും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അവിടെ റീസൈസ് ചെയ്യാനായിട്ടും അത് വേണ്ട സ്ഥലത്ത് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ iOS 26 അപ്ഡേറ്റിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് കൺട്രോൾ സെൻറ്ററിൽ നിന്ന് വൈഫൈയുടെ സെറ്റിങ്സിലേക്ക് ഡയറക്റ്റ് പോകുമ്പോൾ ഉള്ളൊരു സ്ലോ, അതായത് നല്ല രീതിക്ക് സ്ലോ ആയിരുന്നു. വൈഫൈയുടെ സെറ്റിങ്സിലേക്ക് എൻ്റർ ആവുന്ന നല്ല രീതിക്ക് സ്ലോ ആയിരുന്നു. ഈവൻ അത് ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുമ്പോഴും സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്നാൽ iOS 27 വന്നപ്പം ആ ഒരു രണ്ട് പ്രോബ്ലംസും, അതായത് വൈഫൈയുടെ സെറ്റിങ്സിലേക്ക് പോകുമ്പോഴും ആ ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സിലേക്ക് ഡയറക്റ്റ് പോകുമ്പോൾ ആ ഒരു പ്രോബ്ലം ടോട്ടലി മാറിയിട്ടുണ്ടായിരുന്നു. iOS 27 അപ്ഡേറ്റിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടോ, അതേപോലെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂസ് ഉണ്ടോ? ആക്ച്വലി ഞാൻ എൻ്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരു ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂസ് ഉണ്ടോയെന്ന് എനിക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കത്തില്ല. ഒരു ബാറ്ററിയുടെ ഒരു യൂസേജ് പാറ്റേൺ ഫോൺ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഒരു 1 വീക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോപ്പർ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനെപ്പറ്റി ഒരു ഷോർട്ട്സായിട്ട് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ചെറിയൊരു സ്പീഡ് ടെസ്റ്റ് ഇവിടെ നടത്തി നോക്കാം. ആപ്പ് ലോഡ് ആവാനായിട്ട് കുറേ നേരം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ചെറിയൊരു സ്പീഡ് ടെസ്റ്റും കൂടെ നോക്കാം.
അടുത്തതായിട്ട് എടുത്തു നിന്നൊരു പ്രശ്നമാണ് ലോ പവർ മോഡിൽ ഫോൺ ഭയങ്കര സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോൺ ഭയങ്കരമായിട്ട് ലാഗി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു അപ്ഡേറ്റിൽ ആ ഒരു ലോ പവർ മോഡ് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നോക്കാം. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു iOS 26 ഉണ്ടായിരുന്ന ആ ഒരു ലാഗി ഫീലാണോ ഇപ്പോഴും ഉള്ളതെന്ന് നോക്കാം. ആക്ച്വലി ഫേസ് ഐ ഡി റൺ ചെയ്ത് നോക്കുമ്പോഴത്തേനും അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല, നോർമലായിട്ട് തന്നെയാണ് ഫേസ് ഐ ഡി വർക്ക് ആവുന്നത്. ഹോം സ്ക്രീനിലേക്ക് വരുമ്പോഴും അവിടെ അങ്ങനെ ലാഗൊന്നും കാണാനായിട്ടില്ല. ഈവൻ കൺട്രോൾ സെൻറ്ററിലും മൂവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കൺട്രോൾസ് ആഡ് ചെയ്യുമ്പോഴും അവിടെ എഡിറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ യാതൊരുവിധ ലാഗോ ഒന്നും കാണാനായിട്ടില്ല. എല്ലാം നോർമലായിട്ട് തന്നെയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ എല്ലാം നോർമലായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഹീറ്റിങ്ങിനെ പറ്റി നോക്കുമ്പം ആക്ച്വലി ഈ ഒരു ഫോൺ നന്നായിട്ട് ഹീറ്റ് ആവുന്ന ഫോണാണ്. ഈവൻ iOS 26 നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. ഓൾഡർ iOS വേർഷൻസിലും ഈ ഒരു ഫോൺ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. എന്നാൽ iOS 26 ലാസ്റ്റ് അപ്ഡേറ്റിൽ ഈ ഒരു ഫോണിൽ വലിയൊരു ഹീറ്റിങ്, അത് മാനേജബിൾ ആയിട്ടുള്ള ഹീറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ iOS 27 വന്നപ്പം ഒരു ഡെവലപ്പർ ബീറ്റ് ആയതുകൊണ്ടായിരിക്കാം ചെറുതായിട്ട് ഹീറ്റ് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ലോങ് ടൈം യൂസിൽ ആ ഒരു ഹീറ്റ് പരിഹരിക്കപ്പെടാവുന്നതായിരിക്കും. എന്നിരുന്നാലും ഇപ്പോൾ ഒരു യൂസ് ചെയ്യുമ്പോൾ ഒരു ഹീറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.